അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. ബഹുമാനീയനായ ആദരണീയനായ സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ അവരുടെ, ബഹുമാനപ്പെട്ട കക്കാട് ഫൈസി ഉസ്താദ്, ബഹുമാനപ്പെട്ട നൗഷാദ് ഹസൈൻ ഉസ്താദ്, മറ്റ് സാദാത്യങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഞാൻ മുമ്പ് ഈ കോട്ടയിൽ വെച്ചിട്ടുള്ള പല പരിപാടിയിലും ഞാൻ പ്രസംഗിക്കും പറയാറുണ്ട്, എന്താണ് ഇവിടെ വരുന്ന ആളുടെ റോള് എന്നുള്ളത് തുടങ്ങിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. മുമ്പൊരിക്കൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിയിൽ, വലിയ പരിപാടിയിൽ, ഞാനും നീലേശ്വരം ഖാദി കെ മഹമ്മൂദ് മുസ്ലിയാർ നബറുല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ ബർസഖിയ ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ മഹാനാണ്, തങ്ങളുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ഒരാളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ പരിപാടിക്ക് വന്നപ്പോൾ, ഞാനാണെന്ന് നോട്ടീസിൽ സ്വാഗതം പറയേണ്ട ആളാണ് ഞാനാണ്. ഞാൻ നേരത്തെ വന്നിന്. അന്ന് യഥാർത്ഥത്തിൽ അന്നൊരു സ്വാഗതം പറയാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഞാനിവിടെ വന്ന് അവിടെ ഇരിക്കുമ്പോൾ സ്വാഗതം പറയാൻ വേറൊരാൾ വിളിക്കുന്നുണ്ട്. തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞാൻ മുഹമ്മദ് ഉസ്താദൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോയി. ഇന്ന് ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് നോട്ടീസിൽ എൻ്റെ പേരിനോട് ചേർത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പം മുദ്രിക്കത്തിനെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ. ഏകദേശം ഒരു 40 വർഷത്തോളധികമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുമായിട്ടുള്ള എൻ്റെ ബന്ധം, ആ ബന്ധം വലിയ വളർന്ന് ഞങ്ങളുടെ കുടുംബ ബന്ധമായി അത് ഉയരുകയും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖദുഃഖങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ഒരു വലിയ ബന്ധമായി മാറി. അല്ലാഹു തആല മരണം വരെ ഈ ബന്ധം നിലനിർത്തി തീർമാറാകട്ടെ. അല്ലാഹു തആല ഈ ബന്ധം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ അവരുടെ ബാപ്പാൻ്റെ 37ാമത്തെ ഉറൂസാണ് ഇന്നിവിടെ സമാരംഭം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ പരിപാടിയിൽ വലിയ 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി ഉസ്താദും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് യാത്രാ സംബന്ധമായ ചില അസൗകര്യം കൊണ്ട് എത്താൻ പറ്റിയില്ല എന്ന് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകളെ ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു വീട്ടിൽ വെച്ചാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ചെറിയൊരു കട്ടപ്പരി ഉണ്ടായിരുന്നു. കട്ട കൊണ്ടുണ്ടാക്കിയ വീട്, മണ്ണുകൊണ്ടുണ്ടാക്കിയൊരു വീട്. ആ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായി ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞാൻ അന്ന് വന്നത് ബഹുമാനപ്പെട്ട മർഹൂം ചെമ്പരിക്ക ഖാദി CM അബ്ദുള്ള മൗലവി നബറുല്ലാഹു മർക്കദഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പള്ളിപ്പുഴ അബ്ദുള്ള മൗലവി നബറുല്ലാഹു മർക്കദഹു തുടങ്ങി നീലേശ്വരം ഖാദി കെ മഹമ്മൂദ് മുസ്ലിയാർ നബറുല്ലാഹു മർക്കദഹും, അതുപോലെ തന്നെ UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ തഖബ്ബലല്ലാഹു ഉംറഹു തുടങ്ങിയ 4 പണ്ഡിതന്മാരുടെ കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് തങ്ങളെ കാണാൻ വേണ്ടി കോട്ടയിലേക്ക് വന്നത്. വരാൻ കാരണം നീലേശ്വരം മർക്കസ് ദഅവത്തുൽ ഇസ്ലാമിയയുടെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് തങ്ങൾ ഒരു ഹാഫ് കൈ ഷർട്ട് ഇട്ട്, ഒരു കറുത്ത ഷർട്ടായിരുന്നു, ഒരു ടവലും തോളിലിട്ടിങ്ങനെ ഒരു വടിയുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ആദ്യമായി കാണുകയാണ്. വന്നവിടെ ഇരുന്നപ്പോൾ അപ്പുറത്ത് കുറേ സ്ത്രീകളുണ്ടായിരുന്നു തങ്ങളെ കാണാൻ വേണ്ടി വന്ന്. ആ കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീക്ക് രോഗമുണ്ടാവുകയും അവരിങ്ങനെ ഹാലളിയിട്ട് പലതും വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ആ സ്ത്രീ ബാങ്ക് കൊടുത്തപ്പോൾ സുബി വാങ്കാൻ കൊടുത്തത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞത്.
അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ബാങ്ക് കൊടുത്തപ്പം ഈ ആലിമീങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞു, ആ സ്ത്രീക്ക് കൂടിയിരിക്കുന്ന ശൈത്താൻ വന്ന സ്ഥലം ഇപ്പോൾ സുബഹിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞു. തമാശയാണെങ്കിലും അത് യഥാർത്ഥത്തിലൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. അന്ന് രാത്രി കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നീലേശ്വരം മർക്കസ് ദേവത്തിൽ ഇസ്ലാമിയയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ ആലിമീങ്ങളായിരുന്ന ബഹുമാനപ്പെട്ട ചാലിയത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, തൃക്കരിപ്പൂര് വലിയ അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരും പിന്നെ കുറേ ആലിമീങ്ങളും ബഹുമാനപ്പെട്ട CM ഉസ്താദും UM ഉസ്താദും ഖാദി കെ മഹമ്മൂദ് ഉസ്താദും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർന്നതിന് ശേഷം തൊട്ടടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നമുക്കൊന്ന് നമ്മൾ വീട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്നത്തെ പോലെയല്ല, അന്ന് വളരെ ഗൗരവത്തിലാണ്. ഇന്നിപ്പം കുറേ ശാന്തനാണ്. അന്ന് വളരെ ഗൗരവത്തിലാണ്. എന്താ പറയുമെന്ന് പറയാൻ കഴിയില്ല. വായിന്ന് പാടുള്ളതും പാടില്ലാത്തതും ഒക്കെ വരും, കലമവും ചീത്തയും ഒക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ പേടിച്ച് അടുത്ത് പോയിട്ട് മെല്ലെ പറഞ്ഞു, തങ്ങളെ എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഒന്ന് വീട്ടിലേക്കൊന്ന് പോയിക്കൂടെ എന്ന് പറഞ്ഞു. അടുത്താണോ എന്ന് ചോദിച്ചു. അടുത്താന്ന് പറഞ്ഞു. അങ്ങനെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ദുആയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, മൊബൈൽ ഫോണൊന്നും ഇല്ല. 10-35 കൊല്ലം മുമ്പുള്ള കഥയാണ്. ഞാൻ അന്ന് ലാൻഡ് ഫോണിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ ടെലിഫോണിലൊക്കെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അന്ന് അതേ ബന്ധമുള്ള എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ ഫോണിൽ വിളിക്കും, അങ്ങോട്ടേക്ക് പോകാൻ ആവശ്യപ്പെടും. അങ്ങനെ ഞാൻ പോകും. ഞാൻ മഹാനവറുകളുമായിട്ട് ബന്ധപ്പെട്ടത് ബഹുമാനപ്പെട്ട ശൈഖുനാൻ്റെ അടുത്ത് നിന്ന് കിതാബ് ഓതാൻ പോയിട്ടോ മറ്റോ ഒന്നുമല്ല. 81 ഞാനൊരു പരിപാടിയിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ വന്നപ്പോൾ ഞാൻ മഹാനവറുകൾക്ക് ഖിദ്മത്ത് എടുത്തു കൊടുത്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം എൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇയാൾ ആരാണെന്ന് ചോദിച്ചു, എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട്. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, എൻ്റെ മകനാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവും ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയും തമ്മിൽ വലിയ വലിയ സുഹൃത്തുക്കളായിരുന്നു ചെറുപ്പത്തിലെ. അവർ രണ്ടുപേരും കടവത്തൂർ പോക്കർ മുസ്ലിയാട് ദർസിൽ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഈ എപ്പോഴാണ് കോഴിക്കോടേക്ക് വരിക എന്ന് ചോദിച്ചു. അങ്ങനെ ആ കോഴിക്കോട് ഭാഷയിൽ ഈ എപ്പോഴാണ് കോഴിക്കോടേക്ക് വരിക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, മറ്റന്നാൾ നീ നന്ദിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മറ്റന്നാൾ ഞാൻ നന്ദിയിൽ ചെന്ന് അവിടെ ഓഫീസിൽ പോയി വിവരം പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ ശൈഖുനാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, അവനെ ഇങ്ങോട്ട് കൂട്ടി വാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൂട്ടി ശൈഖുനാൻ്റെ മുറിയിൽ കൂട്ടിക്കൊണ്ട് പോയി അവിടെ ഇരുത്തി. ഞങ്ങളന്ന് ഒന്നിച്ച് ഉച്ച ഭക്ഷണം കഴിച്ച് ശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാൻ്റെ വീട്ടിലേക്ക്, വെള്ളിമാട് കുന്നിലുള്ള വീട്ടിലേക്ക് ഒന്നിച്ച് പോവുകയും അങ്ങനെ ആ ബന്ധം തുടർന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ വഫാത്ത് വരെ അത് നിലനിന്നു. സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹളായ ഫദ്ല് കൊണ്ട്. ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് 10-15 വർഷത്തോളമുള്ള ഈ കാലഘട്ടത്തിനിടയ്ക്ക് എല്ലാ യാത്രയിലും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്നെ ഒന്നിച്ച് കൂട്ടുമായിരുന്നു. ബോംബെയിലേക്കും മദ്രാസിലുമൊക്കെ കണ്ണു കാണിക്കാൻ വേണ്ടിയും മറ്റൊക്കെ പോകുന്ന സമയത്ത് എന്നോടാണ് ടിക്കറ്റ് എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുക. അങ്ങനെ പോകുമായിരുന്നു. ശൈഖുന ശംസുൽ ഉലമയെ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു തങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ സാധാരണഗതി മുമ്പ് പറയും അത് പിന്നെ ആവാമെന്ന് പറയും. അങ്ങനെയാണ് ശൈലി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, പിന്നെ ശൈഖുന. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് ഈ രാത്രി വിളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു തങ്ങൾ വന്നിട്ടുണ്ട്, കാര്യമായ തങ്ങളാണ്, ഞാനൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫോൺ ഞാൻ കൊടുത്തു. ഫോൺ കൊടുത്തു ഒരു വൈറ്റ് കഴിഞ്ഞപ്പോൾ അതിനുശേഷം തങ്ങൾ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അപ്പുറം ഇപ്പം ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫോൺ എനിക്ക് തരാൻ പറഞ്ഞു തന്നു. എന്നോട് ചോദിച്ചു, നിനക്ക് എവിടുന്നായി തങ്ങളെ കിട്ടിയെന്ന് വെച്ചു. മൂപ്പറ ആ ശൈലിയാണ്, നാടൻ ശൈലി. എനിക്ക് എവിടുന്നാടാ മൂപ്പറ കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ CM ഉസ്താദും UM ഉസ്താദും ഒക്കെ കൂടിയിട്ട് മർക്കസിലേക്ക് കൊണ്ടുവന്ന. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുവന്നു. അപ്പോൾ ഈ മൂപ്പറയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞു.
എപ്പോഴാണ് വരേണ്ടതെന്ന് വെച്ച്. നീ എപ്പോഴാണ് ഇങ്ങോട്ട് വരും? ഞാൻ മറ്റന്നാൾ മൂപ്പരെയും കൂട്ടി വന്നു. അങ്ങനെ ഞാൻ മറ്റന്നാൾ തങ്ങളെയും കൂട്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ എത്തി ഞാൻ പബ്ലിക് ബൂത്ത് ഉണ്ട്, STD ബൂത്തൊക്കെ അക്കാലത്ത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഈ തലമുറയോട് പറഞ്ഞാൽ അന്ന് മനസ്സിലാവില്ല. പബ്ലിക് STD ബൂത്തിൽ വെച്ച് ഞാൻ വിളിച്ച് ഷെയ്ഖുനാണ്ട് പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിലുള്ള കോഴിക്കോട്, ഈ അവിടുന്ന് വണ്ടിയാക്കിയിട്ട് വരുമോ? അല്ല, ഞാൻ വണ്ടിയാക്കിയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ വണ്ടിയാക്കി ഞങ്ങൾ പോയി. വീട്ടിൽ ചെന്ന് എത്തുമ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സാധാരണ ഒരു പരിപാടിക്കൊക്കെ പോകുന്നത് പോലെ, ഒരു വലിയ ഫംഗ്ഷനൊക്കെ പോകുന്നത് പോലെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തലീക്കെട്ടൊക്കെ കെട്ടി അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. സാധാരണഗതിയിൽ വീട്ടിൽ അങ്ങനെ ഒരു ബനിയനിട്ടിട്ടാണ് ഇരിക്കുക, ഒരു തോർത്തുണ്ടാവും. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ പിന്നെ കണ്ട് സംസാരിച്ച് പഴം പുഴുങ്ങിയതും ഹോർലിക്സൊക്കെ കൊടുത്തു. സാധാരണ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല. എല്ലാവരും പറയുന്നുണ്ട് ഷെയ്ഖുനാനത്ത് പോയാൽ ചായ ഒന്നും കിട്ടൂല എന്ന് പറയും. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ ആൾക്കാരില്ല. ഷെയ്ഖുനാൻ്റെ ഭാര്യ പിന്നെ ഒരു മകളും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. മറ്റേ ബഹീത്തരം കൊണ്ടൊന്നുമല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഷെയ്ഖുനാൻ്റെ ഉമ്മച്ചിക്ക് ഭാര്യയ്ക്ക് കൈവേദന ഉണ്ടായിട്ട് തങ്ങളോട് അതിനെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം തങ്ങളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു ചെല്ലാനും അതുപോലെ തന്നെ ഒരു മരുന്നും കോട്ടക്കൽ ആയുർവേദശാലയിൽ നിന്ന് ഒരു മരുന്നും വാങ്ങിച്ചു കൊടുക്കാൻ എന്നെ ഏൽപ്പിക്കുകയും അത് പ്രകാരം ഞാൻ ചെയ്യുകയും ചെയ്തു. ഷെയ്ഖുനാന്റെ വഫാത്ത് നടന്ന അന്ന് ആ പകല് മണൽ വാരിയിട്ടാൽ താഴെ വീഴാത്ത രീതിയിൽ അത്ര വലിയ ജനക്കൂട്ടം പുതിയങ്ങാടി കടപ്പുറത്ത്. അന്ന് തലേന്ന് രാത്രിയാണ് ഞാൻ ബോംബെയിൽ നിന്ന് വന്നത്. എൻ്റെ വീട് കുടികൂടാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് സാധനങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ ബോംബെയിലേക്ക് പോയതാണ്. അവിടെ ലാഭം നല്ല സാധനം കിട്ടും, പൈസയും കുറവാണ്. പിന്നെ അവിടെ എൻ്റെ മരുമകനുണ്ട്, പെങ്ങളെ മോന്, അവൻ അവിടെ ബിസിനസ്സുകാരനാണ്. അപ്പം അവൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയതാണ്. അപ്പോഴാണ് ഷെയ്ഖുനാക്ക് സുഖമില്ലാതെ കണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൂടുതലാണ് അസുഖം കൂടുതലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറാവുകയും ട്രെയിനിനും വിമാനത്തിനും ടിക്കറ്റ് നോക്കിയപ്പം എവിടെയും കിട്ടിയില്ല. അവസാനം ഞാൻ അവിടെ ഷെയ്ഖുനാനെ ബന്ധപ്പെടുത്തി കൊടുത്തൊരു ട്രാവൽസ് ഉണ്ടായിരുന്നു, സലീം പാഷ എന്ന് പറഞ്ഞൊരു വലിയ റിക്രൂട്ടിംഗ് ഏജൻസി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ടിക്കറ്റ് വേണം നാളെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേറെ ആൾക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തൊരു ടിക്കറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, ടിക്കറ്റ് മതി എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ പേരും നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ ടിക്കറ്റും വാങ്ങി പിറ്റേന്ന് രാവിലെ എയർപോർട്ടിൽ പോയി, ബോംബെ എയർപോർട്ടിൽ പോയി എൻ്റെ മരുമകനെയും കൂട്ടി പോയി. ഞാൻ വിമാനത്തിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് എമിഗ്രേഷൻ്റെ എത്തിയപ്പം ഈ ഓഫീസർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, മിസ്റ്റർ അരുൺ ബോസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ടിക്കറ്റിലെ പേര് അരുൺ ബോസ് എന്നാണ്. ഞാൻ ഈ തൊപ്പിലിട്ട ഈ മനുഷ്യന് അരുൺ ബോസ് ആയാലും ഇങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി. ഐ ആം ഹാറൂൺ ബോസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. ഒരു ബുദ്ധി എനിക്കുള്ളവത്തെ തോന്നിപ്പിച്ചെന്താ, അയാളെ യെസ് എന്ന് പറഞ്ഞ് സീലടിച്ച് ടിക്കറ്റ് കൊടുത്തത്. ഞാൻ വിമാനത്തിൽ കയറി ഇങ്ങോട്ട് വന്നു. അന്ന് രാത്രിയാണ് ഷെയ്ഖുന വഫാത്താകുന്നത്. എന്നെ അന്ന് പിടിച്ചു വെച്ചെങ്ങനെ എനിക്ക് കാണാൻ പറ്റൂലായിരുന്നു. ഞാനിവിടെ വന്ന് അന്ന് രാത്രി സുബഹിക്ക് പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്യുമ്പോഴാണ്, അന്ന് രാത്രി ഞാൻ വിളിച്ചപ്പോൾ ഷെയ്ഖുനാന്റെ മകൻ പറഞ്ഞു, കുറവുണ്ട്, പേടിക്കൊന്നും വേണ്ട, നാളെ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോകാതിരുന്നല്ലേ, ഞാൻ അതപ്പം തന്നെ പോകായിരുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് സുബഹിക്ക് മുമ്പുള്ള അനൗൺസ്മെന്റ് വന്നു, ഷെയ്ഖുന വഫാത്തായ വിവരം. ഞാനും ആ പള്ളിയിലെ മുദ്രിസായിരുന്ന ദാരിമീസ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് KK മുഹമ്മദ് ദാരിമി എൻ്റെ നാട്ടിലെ മുദ്രിസായിരുന്നു. അദ്ദേഹവും ഞാനും നീലേശ്വരം ഖാദി KK മുഹമ്മദ് മുസ്ലിയാരും കൂടി ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ അതിരാവിലെ തന്നെ പുറപ്പെട്ടു. കോഴിക്കോട് എത്തുമ്പോഴേക്കും ഞങ്ങൾ കാണുന്നത് 4 കിലോമീറ്റർ പുറകിൽ നോക്കുമ്പോൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 2 വരിയായിട്ട് കാറൊക്കെ തടഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. മരിച്ചെടുത്ത് പോകുന്ന ആളുകളാണ് എല്ലാവരും. ആൾക്കാർ ഇവിടെ ഇറക്കിയിട്ട് കാർ ഇവിടെ പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോഴും എനിക്കൊരു ബുദ്ധി തോന്നി. ഞാൻ പറയും കുന്നമംഗലത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. മരിച്ചെടുത്ത് പോകുന്നു പറഞ്ഞില്ല. അപ്പോൾ അവർ കാറ് വിട്ട് മാധ്യമ പത്രത്തിൻ്റെ മുമ്പിൽ, ഷെയ്ഖുനാന്റെ പരൻ്റെ മുമ്പിലുള്ള മാധ്യമ പത്രത്തിൻ്റെ മുമ്പിൽ കാറ് നിർത്തി. ആ ഇടവഴിയിലേക്ക് കൂടി ഞാനങ്ങനെ ഓടിപ്പോയാണ്. എൻ്റെ കൂടെയുള്ള ആളുകളെ ഞാൻ നോക്കിയില്ല, അവരും പുറകിൽ തന്നെ വന്നു. അവിടെ എത്തിയപ്പോൾ ആ വീടും പരിസരവും മുഴുവനും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. വീടാണെങ്കിൽ വാതിലും ജനലും എല്ലാം കൊട്ടി അടച്ചിരിക്കുകയാണ്. ഒരു സൂചിന്റെ മന പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാനുള്ള വഴിയില്ല. ഞാനിങ്ങനെ വീട് 2-3 പ്രാവശ്യം ചുറ്റി നോക്കി.
എവിടെയും ഒരു പരിധിയില്ല, ആരോടും പറയാം. ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരാളോട് പറഞ്ഞെങ്കിലല്ലേ എനിക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവസാനം നമ്മുടെ അബ്ദുസമദ് സമദാനി സാഹിബ് വന്നിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് മടങ്ങിപ്പോവുകയാണ്. ഈ നിൽക്കുന്ന ആളുകളിലും പറഞ്ഞു ഞങ്ങൾക്കും കാണണല്ലോ ഷെയ്ഖുനാന്റെ ജനാസ, ഞങ്ങൾക്കും കാണും, നിങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. മാശ്രയിൽ വെച്ച് കാണാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ആ മുറ്റത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പഠിച്ചവനെ ഞാൻ ചെയ്തിരിക്കുന്ന ഷെയ്ഖുനാക്ക് ചെയ്തിരിക്കുന്ന ഖിദ്മത്ത് നീ കബൂൽ ചെയ്തിനെങ്കിൽ നീ എനിക്ക് ഷെയ്ഖുനാന്റെ ജനാസ കാണിച്ചു തരണം അള്ളാഹ് എന്ന് ഞാൻ ദുആ ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൻ്റെ ഒരു വാതിൽ തുറന്ന്, മുമ്പാത്തെ വാതിൽ തുറന്ന് ആദിശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് വെച്ച് വലിയൊരു വായിലുണ്ടായിരുന്നു, വലിയ പ്രഭാഷകനാണ്, ഉസ്താദ്മാർക്കൊക്കെ അറിയും. അദ്ദേഹം ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്ന സമയത്ത് എന്നെ കാണുകയും അവിടെയുള്ള ആൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അതാ മാണിയൂർ വന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സമദാനിക്ക് പോലും പോകാൻ വഴി കൊടുക്കാത്ത ആളുകൾ എനിക്ക് അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ടൊരു വഴി തന്ന് ഞാൻ അതിലേക്ക് കൂടി കടന്ന് ഷെയ്ഖുനാന്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പം ജനാസ കുളിപ്പിക്കുകയാണ്. അവിടെ പിന്നീട് ആ ജനാസയുടെ കൂടെ ആംബുലൻസ് വാഹനത്തിൽ കയറി പുതിയങ്ങാടി കടപ്പുറത്തെത്തി. ജനാസ നിസ്കരിക്കാൻ നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ വന്ന് നിൽക്കുന്നത്. ഞാൻ അതിശയപ്പെട്ടു പോയി. ഞാൻ അന്ന് തങ്ങളൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടൊന്നുമില്ല, ആ വേവലാതിയിൽ ഓടിപ്പോയതാണ്. അപ്പം ഞാനവിടെ നിൽക്കുമ്പോൾ തങ്ങളോട് ചോദിച്ചു എങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചു. അതെല്ലാം പിന്നെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തങ്ങളോട് ചോദിച്ചു എന്താ എങ്ങനെയാണ് എത്തിയെന്ന് ചോദിച്ചപ്പം തങ്ങളും തങ്ങളുടെ കൂടെ തങ്ങളുടെ അന്നത്തെ ഡ്രൈവർ താഹ തങ്ങളുണ്ടായിരുന്നു, തിരൂർക്കാട്ടുകാരൻ. അവർ രണ്ടാളും കൂടി ജനാസ വരുന്നതിന് മുമ്പ് അവിടുന്ന് ഇഖ്ലാസ് ഓതുന്നുണ്ടായിരുന്നു ആളുകൾ. അപ്പം KT മാൻ മുസ്ലിയാറാണ് ഇഖ്ലാസ് ഓതുന്നത് മൈക്കിൽ കൂടി. ആ ശബ്ദം കേട്ടപ്പോൾ മൂപ്പറ ശബ്ദവും എൻ്റെ ശബ്ദവും ഒരുപോലെയാണ്. അപ്പോൾ തങ്ങൾ കൂടെയുള്ളവരോട് പറഞ്ഞു മാണിയൂരാണ് ഓതുന്നത്, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പം മൂപ്പറെ ആ പടിയും ഇതെല്ലാം കണ്ടപ്പോൾ ജനങ്ങൾ മൂപ്പർക്ക് വഴി കൊടുത്തു, ജനാസിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ ഉമർ ബാപ്പയ്ക്ക് തങ്ങളുടെ കൂടെയും കോഴിക്കോട് വലിയ ഖാദിയുടെ കൂടെയും ഒന്നിച്ച് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ജനാസ നിസ്കരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ സഫിൽ തന്നെ ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചു. അവർ തമ്മിൽ ആ ബന്ധത്തിൻ്റെ അല്ലാഹു തആല കബൂൽ ചെയ്ത ഒരു ബന്ധമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചതും ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങൾക്ക് ആ പരിപാടിയിൽ എത്തിപ്പെടാൻ സാധിച്ചതും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം. ആ ബന്ധം റബ്ബിന്റെ തൗഫീഖോടുകൂടി 2025 ഒക്ടോബർ 18 നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടെന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചതാണ്. ഒക്ടോബർ 18 വരെ ഈ ബന്ധം നിലനിന്നു. അല്ലാഹു തആല ഇത് മരണം വരെ നിലനിർത്തിത്തട്ടെ. ഈ ബന്ധം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല കബൂൽ ചെയ്തൊരു ബന്ധമായി സ്വീകരിക്കുമാറാകട്ടെ ഞാൻ ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ കോട്ടയിൽ ജാതി മത ഭേദമന്യേ പല ആളുകളും വരുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനും അതുപോലെ തന്നെ മനസ്സമാധാനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കച്ചവടത്തിനും മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, യുവതികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വയസ്സന്മാരുണ്ട്, എല്ലൊക്കെ ഉണ്ട്. അതിൽ 17-കാരികളായ പെൺകുട്ടികൾ വരെ വരാറുണ്ട്. എന്നാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ കോട്ടയിൽ വന്നിട്ട് 10-40 വർഷത്തിലധികമായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്ന് വരെ അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ ഒരു ദുഷ്പേര് തങ്ങളുടെ പേരിൽ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമുക്കറിയാം ഇത്തരം രംഗങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ യാതൊരു പ്രയാസവും യാതൊരു വിധത്തിലുള്ള അപകീർത്തിയും യാതൊരു വിധത്തിലുള്ള അപമാനങ്ങളും ഇന്ന് വരെ ബഹുമാനപ്പെട്ടവർക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. തങ്ങളുടെ നേരെ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും മറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളത് 24 കാരറ്റോടുകൂടി തന്നെ ഇപ്പോഴും അതിനേക്കാളും കൂടുതൽ തിളക്കത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് മഹാനവർ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. വലിയ 2 പ്രഭാഷകന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. തരീക്കത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അവരൊക്കെ. ബഹുമാനപ്പെട്ട കക്കാടി ഫൈസി ഉസ്താദ് തരീക്കത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന വലിയ മഹാനാണ്. ഞങ്ങളെ ഒരിക്കൽ ട്രെയിനിൽ വെച്ച് കണ്ട് സംസാരിച്ചിരുന്നു ചെറിയൊരു കുറച്ച് സമയം. ഇന്ന് വീണ്ടും കാണാൻ സാധിച്ചു അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഹസനി ഉസ്താദിന്റെ പ്രഭാഷണം ഞാൻ അങ്ങനെ അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ കാസർഗോഡ് ജില്ല മാത്രമല്ല കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലൊക്കെ ആത്മീയമായും സാംസ്കാരികമായും
വിദ്യാഭ്യാസപരമായുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യ ബുഖാരി തങ്ങൾ. ഞാൻ പല പ്രാവശ്യവും ബഹുമാനപ്പെട്ട ഷെയ്ഖുന മടവൂർ വലിയുല്ലാഹി വടകര മുഹമ്മദായി തങ്ങളുടെ കൂടെ പല പ്രാവശ്യവും ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ പരിപാടിയിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഹബീബാജിൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ പള്ളിക്കരയിലെ അബ്ദുല്ലാജിൻ്റെ വീട്ടിൽ, അതുപോലെ പല സ്ഥലത്തും ബഹുമാനപ്പെട്ട വലിയുല്ലാഹി വടകര മുഹമ്മദായി തങ്ങളുടെ കൂടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ അവിടെയൊക്കെ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി വടകര മുഹമ്മദായി തങ്ങളെ വിളിച്ചിട്ട് തങ്ങളെ തുടങ്ങാങ്ങളെന്ന് പറയും, തങ്ങളെ തുടങ്ങാങ്ങളെന്ന് പറയും. അങ്ങനെയാണ് മൂപ്പർ ശൈലി. എന്തെങ്കിലും ആരെയും പോയിട്ട് പറയും പോയും കാക്കാന്ന് മറ്റിങ്ങനെ ആട്ടി പറഞ്ഞേക്കുക. മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ആളുകൊണ്ട് മാത്രമേ മൂപ്പർ അടുത്ത് പെരുമാറുകയുള്ളൂ. അങ്ങനെ ഷാദുലി റാത്തീബിന് നേതൃത്വം കൊടുപ്പിക്കുന്നത്, വടകര മുഹമ്മദായി തങ്ങൾ നേതൃത്വം കൊടുപ്പിക്കുന്നത് എത്രയോ പ്രാവശ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി മടവൂർ CM വലിയുല്ലാഹിയുമായിട്ടുള്ള തങ്ങളുടെ ബന്ധം എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വലിയ വലിയ രണ്ട് വലിയ മഹാന്മാരുമായും, അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുമായും വലിയ 2-3 മഹാന്മാരുമായി ജീവിതത്തിൽ ഇടപഴകുന്നത് നമുക്ക് കാണാനും അത് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ മഹാന്മാരുടെ കൂടെ നാളെ മഹ്ശറിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിൽ കിടക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ മഹാനായ സയ്യിദ് യഹ്യ ബുഖാരി തങ്ങളോടൊപ്പം നമ്മളെല്ലാവരെയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.